السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, പഴങ്ങൾ അവയുടെ ഫലഭൂയിഷ്ഠത കാണപ്പെടുന്നവരെ കാണിക്കുന്നവരെ അല്ലെങ്കിൽ വിളവ് ആവുന്നതുവരെ വെക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. വിൽക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും രണ്ടുപേർക്കും ഈ വിരോധം ബാധകം ആണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇ സിമാരി ഹത്താ യബ്ദുറ സ്വലാഹുഹാ നഹൽ ബൈഅ അൽ മുബ്താ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു ഈന്തപ്പഴങ്ങൾ വിൽക്കുന്നത് അത് പഴുക്കുന്നതിന് മുമ്പ്. അബൂ അബ്ദുല്ല അൽ ബുഖാരി പറയുന്നു, അതായത് അത് ചുവന്ന് ആവുന്നത് വരെ, നിറം മാറുന്നത് വരെ, അതായത് തിന്നാൻ പാകമാകുന്നത് വരെ. അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുബാ സമറതു നഖ്ലി ഹത്താ തസ്ഹുവ. മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണം, പ്ലിയാഡ്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു, നക്ഷത്രമണ്ഡലം ഒക്കെ ആയിരിക്കും. അത് പ്രഭാതത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങും. വേനൽക്കാലത്തിൻ്റെ ആദ്യ സമയങ്ങളിലാണ്, ഹിജാസിലേക്ക് ഭയങ്കര ചൂടാവുന്ന സമയത്ത്. അപ്പോഴാണ് പഴങ്ങൾ പഴുക്കുന്നത്. ആ നക്ഷത്രങ്ങളുടെ വെളിവാകൽ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൻ്റെ പഴുക്കുന്നത് കാണിക്കുന്നതാകുന്നു. നക്ഷത്രങ്ങൾ കാണാറായാൽ ഈന്തപ്പഴം പഴുത്തു എന്നാണ് കണക്ക് ആ നാട്ടിൽ. അപ്പോൾ അദ്ദേഹം വിൽക്കാറുണ്ടായിരുന്നു, അതിന് മുമ്പ് വിൽക്കാറില്ലായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു പഴങ്ങൾ വിൽക്കുന്നത് അത് ചുവപ്പോ മഞ്ഞയോ ആവുന്നത് വരെ, അതായത് തിന്നാൻ പാകമാകുന്നതിന് മുമ്പ് വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. സമയത്തു ജാബിറ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുബായി തമറത്തു ഹത്താ തുഷ്ഖിഹ ഫഖീല വമാ തുഷ്ഖിഹു ഖാല തഹ്മാറു വതസ്ഫാറു വയുകലു മിൻഹ. ഈന്തപ്പന വിൽക്കുന്നത്, അതായത് പനമരങ്ങൾ അതിൻ്റെ വിളവ് ആവുന്നതിന് മുമ്പ്, അതായത് പഴുത്ത് തിന്നാറായിട്ടില്ല. ബൈനഖ്ലി ഖബ്ല അൻ യബ്ദുഅ സ്വലാഹുഹ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു പഴങ്ങൾ വെക്കുന്നത് അതിൻ്റെ ഫലം പ്രകടമാകുന്നതിന് മുമ്പ്, അതായത് കഴിക്കാറായിട്ടില്ല എങ്കിൽ വിൽക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. ഈന്തപ്പനകളെ വിൽക്കുന്നതും ഈന്തപ്പഴം പഴുത്ത് തിന്നാറാവുന്നതിന് മുമ്പ് വിരോധിച്ചിരിക്കുന്നു. പഴുക്കുക അല്ലെങ്കിൽ വിളവെടുക്കാറാവുക അല്ലെങ്കിൽ തിന്നാറാവുക എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറം ആവുന്നത് വരെ. ഹദ്ദസനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ അൻ ബൈഇ തമറതി ഹത്താ യബ്ദുഅ സ്വലാഹുഹാ വഅൻ നഹ്ലി ഹത്താ യസ്ഹുവ ഖീല വമാ യസ്ഹുവ ഖാല യഹ്മാറു ഔ യസ്ഫാറു. ആരെങ്കിലും പഴങ്ങൾ അതിൻ്റെ വിളവെടുപ്പ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഴുക്കുന്നതിന് മുമ്പ് വിറ്റാൽ, അതിൻ്റെ ചാഴി, വണ്ട്, ചെള്ള് ഇതൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള സമയത്ത്, അങ്ങനെ വന്നാൽ അതിനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അത് ക്യാൻസൽ ചെയ്ത് വിറ്റ ആൾക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇതാ ബായിത്തിമാരി ഖബ്ല അൻ യബ്ദുഅ സ്വലാഹുഹ തുമ്മ അസ്വാബത്തുഹു ആഹത്തുൻ ഫഹുവ മിനൽ ബായിഇ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു പഴങ്ങൾ പഴുക്കുന്നതിന് മുമ്പ് വിൽക്കുന്നത് അല്ലെങ്കിൽ തിന്നാറാവുന്നതിന് മുമ്പ് വിൽക്കുന്നത്. ഏകദേശം പഴുക്കുന്നത് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, ഏകദേശം അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒട്ടുമുക്കാലും പഴുത്തത് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ചുവപ്പ് ആകുന്നത് വരെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു ആ പഴങ്ങളെ നശിപ്പിച്ച് കളഞ്ഞാൽ ആ വിൽക്കുന്നവന് എന്തധികാരമുണ്ട് വാങ്ങിക്കുന്നവൻ്റെ പൈസ കയ്യിൽ വയ്ക്കാൻ? അപ്പോൾ അതായത് തിരിച്ചു കൊടുക്കണം എന്നാണ് കണക്ക്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ബൈഇ തിമാരി ഹത്താ തുസ്ഹിയ ഫഖീല ലഹു വമാ തുസ്ഹിയ ഖാല ഹത്താ തഹ്മറ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഅയ്ത ഇദാ മനാ അല്ലാഹു തമറത ബിമാ യഖുദു അഹദുക്കും മാല അഖീഹി. ഇബ്നു ശിഹാബ് വിശദീകരിക്കുന്നു, ആരെങ്കിലും പഴങ്ങൾ വാങ്ങിച്ചു, അത് അതിൻ്റെ വിളവ് ആയിട്ടില്ല, പിന്നെ ചാഴി അല്ലെങ്കിൽ മൃഗങ്ങളാൽ അല്ലെങ്കിൽ പ്രാണികളാൽ അത് നശിപ്പിക്കപ്പെട്ടു, അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ഉടമസ്ഥനാണ് ആ നഷ്ടം സഹിക്കേണ്ടത്, വാങ്ങിക്കുന്നവനല്ല. അൻ ഇബ്നു ശിഹാബിൻ ഖാല ലൗ അന്ന റജുലുൻ ഇബ്താഅ സമറൻ ഖബ്ല അൻ യബ്ദുഅ സ്വലാഹുഹു സുമ്മ അസാബത്തുഹു ആഹത്തുൻ കാന മാ അസാബഹു അലാ റബ്ബിഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഴങ്ങൾ നിങ്ങൾ വിൽക്കരുത് അതിൻ്റെ ഉപകാരം വ്യക്തമാവുന്നത് വരെ, അല്ലെങ്കിൽ അത് പഴമായി കഴിക്കാറാവുന്നത് വരെ. അതുപോലെ പഴങ്ങൾ ഉണങ്ങിയ ഈന്തപ്പഴത്തിന് പകരമായി
വിൽക്കരുത്. അൻ ഇബ്നു ശിഹാബിൻ ഖാല ലൗ അന്ന റജുലൻ ഇബ്താഅ തമറൻ ഖബ്ല അൻ യബ്ദുഅ സ്വലാഹുഹു ثم അസാബത്ഹു ആഹത്തുൻ കാന മാ അസാബഹു അലാ റബ്ബിഹി. عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا تتبايعوا التمرة حتى يبدو صلاحها ولا تبيعوا التمرة بالتمر. ആഹാര സാധനങ്ങൾ കടമായി വാങ്ങിക്കുന്നത് ശിറാഇ ത്വാമി ഇല അജലിൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആഹാര സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു യഹൂദിയുടെ അടുത്ത് നിന്നാണ് അത് വാങ്ങിച്ചത്. അത് കടമായിട്ടായിരുന്നു വാങ്ങിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പരിചയം അദ്ദേഹം അവിടെ പണയമായി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് കണ്ടതാണ്, വെറുതെ കടം പറഞ്ഞ് സാധനം മേടിക്കാൻ പാടില്ല. അപ്പോൾ പലർക്കടയിലൊക്കെ ഇപ്പോൾ പൈസ കൊടുക്കാതെ മാസത്തിലൊരിക്കൽ കൊടുക്കുന്നതൊക്കെ തെറ്റാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ കടക്കാരൻ അയാൾക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്, അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, അല്ലാഹു ആലം. പക്ഷേ ഇതിൽ അത് അനുവദനീയമല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കുറേ പൈസ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക, തീരാറാകുമ്പോൾ വീണ്ടും കൊടുക്കുക, അതാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു, അല്ലാഹു ആലം. عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم اشترى طعاما من يهودي إلى أجل فرهنه درعه. ഇനി ആരെങ്കിലും ഒരാൾ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള അല്ലെങ്കിൽ നല്ല വില കൂടിയ ഈന്തപ്പഴം മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. ആളുടെ കയ്യിലുള്ള ഇച്ചിരി കുറഞ്ഞ ടൈപ്പ്, ഒന്നാം തരം, രണ്ടാം തരം, മൂന്നാം തരം എന്നൊക്കെ പറയുന്ന പോലത്തെ നാലാം തരം ഐറ്റമാണ് ഒരാളുടെ കയ്യിലിരിക്കുന്നത്. ലോ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ വളരെ മോശമായ സാധനം. അങ്ങനെ ചെയ്താൽ അതിനെ പലിശയായിട്ടാണ് കണക്കാക്കുക, ഒരു പ്രത്യേകതരം പലിശ. അതിൻ്റെ പേര് റിബ അൽ ഫദ്ൽ എന്നാകുന്നു. ഇദാറാദ ബൈഅ തംരിൻ ബിത്തംരി ഖൈരിൻ മിൻഹു. അബൂ സഈദ് അൽ ഖുദ്രിയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായും വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയോ ഒരാളെ ചുമതലപ്പെടുത്തി ഖൈബറിൻ്റെ ഗവർണറായിട്ടാണ്, ഭരണാധികാരിയായിട്ടാണ് ചുമതലപ്പെടുത്തിയത്. ആ ഗവർണർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നല്ല കൂടിയ നിലവാരത്തിലുള്ള ഈന്തപ്പഴം കൊണ്ടുവന്നു. അത് ഖൈബറിൽ നിന്നാണ് കൊണ്ടുവന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖൈബറിലുള്ള എല്ലാ ഈന്തപ്പഴങ്ങളും ഇങ്ങനെയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ആണേ അല്ല, അല്ലാഹുവിൻ്റെ റസൂല്, ഞങ്ങൾ പക്ഷേ ഒരു സാഴ് ഈ തരം ഈന്തപ്പഴത്തിന് 2 സാഴ് ഞങ്ങളുടെ സാധാരണ ഈന്തപ്പഴമാണ് കൊടുക്കാറ്. 2 സാഴ് ഈ ഈന്തപ്പഴത്തിന് ഞങ്ങൾ 3 സാഴ് കൊടുക്കാറുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അത് ഒരു തരം പലിശയാകുന്നു. നിങ്ങളുടെ വില കുറഞ്ഞ ഈന്തപ്പഴം നിങ്ങൾ വിറ്റ് പൈസ വാങ്ങിക്കുക, എന്നിട്ട് പോയി നല്ല വിലയുള്ള ഈന്തപ്പഴം വാങ്ങിക്കുക. ഒരേ സാധനം കൈമാറ്റം ചെയ്യരുത്, നമ്മൾ വിശദമായിട്ട് കണ്ടതാണ്. عن أبي سعيد الخدري وعن أبي هريرة رضي الله عنهما أن رسول الله صلى الله عليه وسلم استعمل رجلا على خيبر فجاءه بتمر جنيب فقال رسول الله صلى الله عليه وسلم أكل تمر خيبر هكذا؟ قال لا والله يا رسول الله إنا لنأخذ الساعة من هذا بالساعين والساعين بالثلاثة. فقال رسول الله صلى الله عليه وسلم لا تفعل، دع الجمع بالدراهم ثم ابتع ബിദ്ദറാഹിമി ജനീബൻ. പരാഗണം നടത്തിയ ഈന്തപ്പനകളെ ആരെങ്കിലും വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ ബാർലിയോ വിതച്ച പറമ്പ് കൊടുത്താൽ, മൻബാ തഖ്ലൻ ഖദ് ഉബ്ബിറത് ഔ അർദഅൻ മസ്റൂഅതൻ ഔ ബിഇജാറത്തിൻ. നാഫി വിശദീകരിക്കുന്നു, ഇബ്നു ഉമറിൻ്റെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയാണ്. പരാഗണം ചെയ്യപ്പെട്ട ഈന്തപ്പനകൾ വിറ്റാൽ അതിലെ പഴങ്ങളെ പറ്റി പ്രത്യേകിച്ച് ആ ഇടപാടിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിൽ, ആ പഴം ആരാണോ അതിനെ പരാഗണം നടത്തിയത് ആ ആൾക്കുള്ളതാകുന്നു. അപ്പോൾ അത് മുമ്പുള്ള ഓണർക്കായിരിക്കും, കാരണം അയാളായിരിക്കും അത് പരാഗണം നടത്തിയത്, എന്നിട്ടാണ് വിൽക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ അതിൽ പ്രത്യേകിച്ച് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടില്ലെങ്കിൽ ആ പഴങ്ങൾ മുമ്പുള്ള ഉടമസ്ഥനുള്ളതാകുന്നു. അതുപോലെ തന്നെ അടിമയുടെ കാര്യത്തിലും കൃഷിക്കാരൻ്റെ കാര്യത്തിലുമൊക്കെ ഇത് തന്നെയാകുന്നു. നാഫിയ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അൻ നാഫിൻ മൗല ഇബ്നു ഉമറ അയ്യുമ നഖ്ലിൻ ബിയാത് ഖദ് ഉബ്ബിറത് ലം യുദ്കിറ സമറു ഫസമറു ലില്ലദി അബ്റാ വകദാലിക അൽഅബ്ദു വൽഹർസു സമ്മലഹു നാഫിൻ ഹഉലാഇ സലാസ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരു ഈന്തപ്പനയെ പരാഗണം ചെയ്യിപ്പിച്ചു, അങ്ങനെ ചെയ്താൽ ആ പഴങ്ങൾ ആ പരാഗണം ചെയ്ത ആൾക്ക് ഉള്ളതാകുന്നു. വാങ്ങിക്കുന്ന ആൾ ആ കരാറിൽ എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ആ പഴം എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അയാൾക്കുള്ളതല്ല.
عن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال من باع نخلا قد أبرت فثمرتها للبائع إلا أن يشترط المبتاع. ഇതുവരെ കണ്ട ഹദീസുകളുടെ തുടർച്ചയാണ്. വിളവ് എടുക്കാത്ത വിളകളെ, നെല്ല്, ഗോതമ്പ്, അങ്ങനെയുള്ളതൊക്കെ, അല്ലെങ്കിൽ മാങ്ങ, തേങ്ങ മരത്തിന് നിൽക്കുന്നേ ഉള്ളൂ, അതിന് വലിയ കണക്കൊന്നുമില്ല. അതിനെ അളന്ന് കണക്കാക്കിയ ആഹാര സാധനവുമായിട്ട് മാറ്റം ചെയ്യുന്നത്, ലഭിക്കുന്നത്. ബൈസറി ബിത്വാമി കൈലൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസാബന നിരോധിച്ചിരിക്കുന്നു. അതായത് പറിക്കാത്ത ഈന്തപ്പഴങ്ങൾ ആളുടെ തോട്ടത്തിൽ മരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. അത് പറിച്ച് ഉണങ്ങിയ അളന്ന ഈന്തപ്പഴത്തിന് പകരമായിട്ടോ വിൽക്കാൻ പാടില്ല. അതല്ലെങ്കിൽ പച്ചയായാലും ഈ പഴുത്ത പറിക്കാത്ത ഈന്തപ്പഴത്തിനെ ഉണങ്ങിയ ഈന്തപ്പഴവുമായി കച്ചവടം ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ നിൽക്കുന്ന വിളകളെ, അതായത് വിളവ് എടുത്തിട്ടില്ല, അതിനെ കണക്കാക്കി അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തിയ ആഹാര സാധനങ്ങളുമായി വിൽക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളതൊക്കെ നിരോധിച്ചിരിക്കുന്നു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുസാബനതി അൻ യബിയ തമറ ഹായിതിഹി ഇൻ കാന നഖ്ലൻ ബിതംറിൻ കൈലൻ വ ഇൻ കാന കർമൻ അൻ യബിയഹു ബി സബീബിൻ കൈലൻ വ ഇൻ കാന സറഅൻ അൻ യബിയഹു ബി കൈലി തുആമിൻ വ നഹാ അൻ ദാലിക കുല്ലിഹു. പനമരത്തിനെ അതുപോലെ തന്നെ വിൽക്കുന്നത്, അതായത് തടിയോട് കൂടിയാണ് മരവും വേരും ഉൾപ്പെടെ വിൽക്കുന്നത്. ബൈ നഖ്ലി ബി അസ്ലിഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈന്തപ്പനയെ പരാഗണം ചെയ്താൽ, അപ്പോൾ അതായത് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് എന്തെങ്കിലും ചെറിയൊരു അല്ലെങ്കിൽ ഒരു ആൺപനയുടെ പൂക്കൊല വെട്ടി അത് മാത്രം കൊണ്ടുപോയി മറ്റ് പനകളിലെ പൂക്കൊലയിൽ കൊണ്ടുപോയി ഇങ്ങനെ തല്ലും, മുട്ടിക്കും. അതിൻ്റെ പരാഗ രേണുക്കൾ അതിൽ വീഴാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പരാഗണം നടക്കുന്നത് ഈച്ചകളിൽ കൂടെയും വണ്ടികളിൽ കൂടെയും തേനീച്ച അങ്ങനെയുള്ള ചില കിളികൾ അതിൽ കൂടെയാണ്. നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല, സാധാരണ രീതിയിൽ പരാഗണം ചെയ്യാറില്ല മരങ്ങൾ. അതിന് പകരമായിട്ട് അവിടെ ഉള്ളവരത് നേരിട്ട് പോയി അവരായിരുന്നു ചെയ്തത്, മരത്തെ കയറി ചെയ്യുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അപ്പോൾ ആ കൃഷിക്കാരൻ ചെയ്താൽ ആ പഴം ആ കൃഷിക്കാരന് ഉള്ളതാകുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്നത് ആ വിളവ് ആ ആൾക്ക് ഉള്ളതാകുന്നു. അത് വിറ്റാലും. ഇനി ഒരു ഒഴിവ് പറഞ്ഞിരിക്കുന്നു, വിൽക്കുന്ന സമയത്ത് നാൾ അത് പറഞ്ഞിട്ടുണ്ട് പഴങ്ങൾ എൻ്റേതാണ് എന്ന്, എന്നിട്ട് വിൽക്കുന്ന ആൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വാങ്ങിക്കുന്ന ആളുടെ ആവുകയുള്ളൂ, രണ്ടുപേരും സമ്മതിച്ചാൽ. അല്ലെങ്കിൽ അത് നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ, അതല്ലെങ്കിൽ ആരാണോ അതിനെ പരാഗണം നടത്തിയത് അതിനുള്ളതാകുന്നു. عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال أيما امرئ أبر نخلا ثم باع أصلها فللذي أبر ثمر النخل إلا أن يشترطه المبتاع. ബൈഉൽ മുഖാദറ. ധാന്യവസ്തുക്കളെയും പച്ചക്കറികളെയൊക്കെ അതിൻ്റെ വിളവ് പാകമാകുന്നതിന് മുമ്പ് വിൽക്കുന്നത്, അതായത് മൂത്തിട്ടില്ല അല്ലെങ്കിൽ പഴുത്തിട്ടില്ല, കൊയ്യാറായിട്ടില്ല, എന്നാലും വിറ്റു. ബൈഉൽ മുഖാദറത്തി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മുഹാഖല, മുഖാദറ, മുലാമസ, മുനാബദ, മുസാബന, ഈ കാര്യങ്ങൾ എല്ലാം വിരോധിച്ചിരിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മുഹാഖലതി വൽ മുഖാദറതി വൽ മുലാമസതി വൽ മുനാബദതി വൽ മുസാബനതി. ഹുമൈദ് വിശദീകരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളവ്, അത് വിളവെടുക്കാറാവുന്നത് വരെ അല്ലെങ്കിൽ വിളയുന്നത് വരെ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങൾ അനസിനോട് ചോദിച്ചു, ഏകദേശം പഴുത്തത് അല്ലെങ്കിൽ വിളവ് എടുക്കാറായത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അത് ചുവപ്പോ മഞ്ഞയോ ആവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുന്നു, അള്ളാഹു ആ മരത്തിലുള്ള പഴങ്ങളെ അല്ലെങ്കിൽ ഫലങ്ങളെ എന്തെങ്കിലും കാരണവശാൽ നശിപ്പിച്ച് കളഞ്ഞാൽ, വേനലോ മഴയോ എന്തെങ്കിലും കാരണവശാൽ, വിൽക്കുന്ന ആൾക്ക് ആ കച്ചവടത്തിലൂടെ കിട്ടിയ പൈസ കയ്യിൽ വയ്ക്കാൻ എന്ത് അധികാരം ആണ് ഉള്ളത്? വാങ്ങിക്കുന്ന ആളുടെ പൈസയാണത്. മറ്റൊരാളുടെ പൈസ എങ്ങനെയാണ് സ്വന്തം കയ്യിൽ വയ്ക്കാൻ കഴിയുക? അപ്പോൾ അതായത് വിളവിന് നാശം വരുന്ന അല്ലെങ്കിൽ കേടുവരാൻ സാധ്യതയുള്ള പ്രായമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വിൽക്കുക. عن حميد عن أنس رضي الله عنه أن النبي صلى الله عليه وسلم نهى عن بيع ثمر
തംരി ഹത്താ യസുഹുറ ഫഖുൽനാ ലിഅനസിൻ മാ സഹൂഹ ഖാല തഹ്മറു വ തസ്ഫറു അറഅയ്ത ഇൻ മനഅല്ലാഹു സമറ ബിമാ തസ്തഹല്ലു മാല അഖീക. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.